എന്താ യോഗമായിരുന്നു? എന്താണ് തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അതിന് UDF നേതാക്കന്മാരുടെ യോഗം നടന്നു. ആ യോഗത്തിൽ ഇതുവരെ ചെയ്ത ജോലികളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തൽ നടത്തി. നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3-4 ദിവസക്കാലമായി നടത്തിയ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അപ്പോൾ അതോടൊപ്പം തന്നെ UDFുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ PV അൻവർ ഒരു ആവശ്യം ഉന്നയിച്ചത്. ആ ആവശ്യങ്ങൾ ഞങ്ങളത് കേൾക്കുകയുണ്ടായി. പക്ഷേ ഇതിനോട് അകം തന്നെ അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് എതിരായി എന്തോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി വർത്തമാനം പറയുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കഴിഞ്ഞ 2-ാം തീയതി കൂടി തീരുമാനമെടുത്ത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും അതിനുള്ള അംഗീകാരം കിട്ടിയതിന് ശേഷം അത് ശ്രീ അൻവറുമായി ആലോചിച്ചുകൊണ്ട് അന്ന് നടത്തിയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അൻവർ അന്ന് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാകും എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നത് നിങ്ങളും കണ്ടു കാണണം. അപ്പം അതിനുശേഷമാണ് ഞങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനം കൈക്കൊണ്ടപ്പോൾ ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുകയുണ്ടായി. അത് AICCയെ അറിയിച്ചതനുസരിച്ച് AICC അതിനുള്ള അംഗീകാരം തന്നു. ഞങ്ങളതിൻ്റെ പ്രഖ്യാപനവും നടത്തി. ആ പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. എന്ന് വെച്ചാൽ ശ്രീ അൻവറിൽ നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർച്ചയായും അദ്ദേഹം അത് പിൻവലിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഇനിയും തുടർന്നുള്ള നാളുകളിലും ഇപ്പോൾ UDFിൻ്റെ അസോസിയേറ്റഡ് മെമ്പറായി അദ്ദേഹത്തിനെ ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ശ്രീ അൻവറിനെ ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായി ഞാൻ കുറച്ച് സമയം സംസാരിക്കുകയുണ്ടായി. തുടർന്നുള്ള നാളുകളിൽ UDFുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം അതിനനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത്. ആ പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പ്രവർത്തനം. ഇപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ മണ്ഡലം തലത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ ഏതാണ്ട് 1/4 കൃത്യമായി ഇന്ന് നടന്നിട്ടുണ്ട്. നിരവധി നേതാക്കന്മാർ അതിൽ പങ്കെടുക്കുകയുണ്ടായി. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങൾ അതുമായി ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടാകാതെ വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അതായത് ഷൗക്കത്തിനെ അംഗീകരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ ആവുന്നതിന് ബാക്കിയുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുഖകരമായിട്ട് UDFിന്റെ ഭാഗമാവാം. തീർച്ചയായിട്ടും അതിന് ചില കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിക്കെതിരെ പരാമർശങ്ങൾ നടത്തിയത് അത് ശരിയായില്ല എന്ന അഭിപ്രായം UDFിനുണ്ട്. അത് അദ്ദേഹത്തെ ഞാൻ അറിയിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനം കൈക്കൊള്ളണം. അത് കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ പരാമർശം പിൻവലിക്കണം. പിന്നീട് അദ്ദേഹത്തെ അസോസിയേറ്റഡ് മെമ്പറായി തീരുമാനമെടുത്ത നേരത്തെ ചെയർമാൻ എന്നുള്ള നിലയിൽ ശ്രീ VD സതീഷും മറ്റും അതിനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണ്. ഞാനിപ്പോൾ ഈ UDF കൺവീനറായിട്ട് അധികം നാളായിട്ടില്ല. അതിനു മുമ്പുള്ള ചില തീരുമാനങ്ങളാണ്. അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഉള്ള നടപടികളുമായി മുമ്പോട്ട്. അതായത് ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പരാമർശങ്ങൾ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാണോ? എന്തെങ്കിലും സൂചന നൽകി? ഇല്ല, അതേക്കുറിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഒരാളിനോട് ഫോണിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇപ്പം തന്നെ
അത് നിറവേറ്റണം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ അദ്ദേഹവുമായി പങ്കുവച്ചു. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ UDF ഏകാന്തമായി എടുത്ത തീരുമാനം, അതല്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസത്തോടു കൂടി ആരെങ്കിലും ഒരാൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഒരു കാര്യമല്ല. ഇങ്ങനെ ഒരു പരാമർശം വന്നത് ഏതായാലും ശരിയായില്ല എന്ന് UDF ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനമാണ്. ആ UDF ഏകകണ്ഠമായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ഈ കാര്യങ്ങൾ അംഗീകരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തെ ഫോണിലൂടെ സംസാരിച്ച് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ചിന്തയും ആലോചനയും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതും അദ്ദേഹത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പം ചില പരാമർശങ്ങൾക്കൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിജയസാധ്യത ഇല്ല ഷാരോൺ ഷൗക്കത്തിന് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായത്തെക്കുറിച്ചപ്പോൾ UDF എന്ത് രീതിയിലാണ്? അല്ല, അത് അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പറഞ്ഞു എങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്തിനാണ്? UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിജയസാധ്യത ഇല്ല എന്ന് കാലയെക്കുട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് UDFൻ്റെയോ അല്ലെങ്കിൽ LDFൻ്റെയോ പ്രവർത്തകർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, ഇപ്പോഴും പറയുന്നു. 19-ാം തീയതി കഴിയുന്നുണ്ട്, പിന്നീട് റിസൾട്ട് വരുന്ന ദിവസം UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം നിലമ്പൂരിലുണ്ടാകും. UDF ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കും. ഇപ്പോൾ നിലമ്പൂരിൽ ഏറെക്കുറെ ഒരു കാര്യം വ്യക്തമായത്, ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അൻവർ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? അല്ല, രാഷ്ട്രീയ മത്സരത്തിലേക്ക് വരുന്നത് നല്ലത്. അതല്ലാതെ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് വരിക എന്ന് പറയുന്നത്. അത് ഏറ്റവും നല്ലതാണ്. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാമല്ലോ. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടതല്ലേ, ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷൻ നടന്നില്ലേ, ആ ഇലക്ഷന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ഏതോ ഒരു ഡോക്ടർ. ആ ഡോക്ടർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഞാൻ പറഞ്ഞത്, അങ്ങനെ ഓരോ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി CPM ഒരുപാട് പരീക്ഷണം നടത്തിയാണ്. അപ്പോൾ ഇവിടെയും അത് പരീക്ഷണം നടത്താൻ വേണ്ടി തയ്യാറായി ഇരുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനും ഇന്ന് രാവിലെ എന്നോട് പിന്നെ മീഡിയാസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വല വീശിയിരിക്കുന്നേ ഉള്ളൂ, ആ വലയ്ക്കകത്ത് ആരെങ്കിലും വന്ന് വീഴുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം 11 മണി കഴിഞ്ഞപ്പോൾ ശ്രീ സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയാക്കി അവരുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു പോരാട്ടം UDFും LDFും തമ്മിൽ PV അൻവറിന് മുമ്പിൽ ചില നിബന്ധനകൾ വെച്ചിരിക്കുന്നു UDF നേതൃത്വം. നേരത്തെ UDFിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ ചില മോശമായ പരാമർശങ്ങളുണ്ട്, ചില ആരോപണങ്ങളുണ്ട്. അത് അൻവർ പിൻവലിക്കണം. അതുപോലെ UDF സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് UDF നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ UDFിൽ അസോസിയേറ്റ് ആവാം തൃണമൂൽ കോൺഗ്രസിന്, അൻവറിൻ്റെ പാർട്ടിക്ക് എന്നുള്ള നിബന്ധനയാണ് ഇപ്പോൾ UDF നേതൃത്വം വെച്ചിരിക്കുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ അൻവർ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഈ തീരുമാനം, UDFിൻ്റെ തീരുമാനം അൻവറിനെ അറിയിച്ചു, ഫോണിൽ അറിയിച്ചു എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അനുകൂലമായൊരു സമീപനം അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുമ്പോൾ പങ്കുവച്ചത്. പക്ഷേ ആ തീരുമാനത്തിന്, ആ നിബന്ധനയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നില്ല അൻവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് അൻവറിൻ്റെ വാർത്താ സമ്മേളനം അറിയിച്ചിട്ടുണ്ട്. എന്താണ് അൻവർ പറയാൻ പോകുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു.